ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് 19 ജൂലൈ ആണ്. ഇന്നലെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്നെൻ്റെ എൽഡർ സൺ എയ്ഡലിൻ്റെ, ഞങ്ങൾ ചിച്ചു എന്ന് വിളിക്കുന്ന എയ്ഡലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ പരിപാടികൾ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അവൻ ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂടെ വെളിയിൽ പോയിരുന്നു. ഇന്നലത്തെ ആ സെക്ഷൻ അവസാനിച്ചു. വലിയ പാർട്ടിയായിട്ട് പരിപാടിയായിട്ട് ഞങ്ങൾ പൊതുവെ നടത്താറില്ല. കാരണം അത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാനും ഉള്ള സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രമാണിച്ച് നമ്മൾ വലിയ പാർട്ടികളൊന്നും അല്ലെങ്കിലും നടത്താറില്ല. മാത്രമല്ല ഞങ്ങളിങ്ങനെ ഇച്ചിരി ഒരു ഒഴിഞ്ഞ കോണിലാണ് താമസിക്കുന്നത്. നമ്മുടെ മലയാളികളൊക്കെ വളരെ കുറവാണ്. അല്ല പിന്നെ ഇംഗ്ലീഷുകാരെയൊക്കെ വിളിച്ച് വേണം നടത്താനായിട്ട്. അപ്പോൾ ഇവിടെ പൊതുവെ അങ്ങനെ വലിയ ഷോ ഓഫ് പരിപാടികളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ചെയ്യുന്ന പരിപാടികളൊക്കെ വളരെ കുറവാണ്. ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, എന്നാലും വളരെ കുറവാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ രാവിലെ ഇങ്ങനെ അവൻ്റെ പരിപാടിയായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ട്. കേസരി എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. ആ കേസരി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളുണ്ട് അവിടെ. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അല്ലാതെ വേറെ ഒന്നും അവർ കഴിക്കില്ല. വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കും, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ നിന്ന് പോയി ഇന്ന് ഉച്ചക്കത്തേനുള്ള ഫുഡ് മേടിക്കാനുള്ള പരിപാടിയാണ് ഇതുവരെയുള്ളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈവേ വഴിയാണ്. ഈ ഹൈവേയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വീടുകൾ ഒത്തിരി എണ്ണമുണ്ട്. മാത്രമല്ല ഇതൊരു ഹില്ലി ഏരിയ കൂടിയാണ്. ഒക്കെയുള്ള നല്ല മനോഹരമായ പ്രദേശമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ജിലോങ്ങിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വീടിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേനും ഒത്തിരി വീടുകൾക്ക് ഈ പറഞ്ഞ പോലെ ഫോർ സെയിൽ, സോൾഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു. ഇവിടുത്തെ സെയിലിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടുകൾ സാധാരണ നമുക്ക് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇവിടെ നമ്മളൊരു വീട് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏജൻസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏജൻസ് എന്നാണ് അവരുടെ പേര്. പലതരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിയൽ എസ്റ്റേറ്റ് സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയാണുള്ളത്. ഇത് നാട്ടിലെ പോലെ ആർക്കെങ്കിലും പോക്കറ്റിലൊരു പേനയും കുത്തി കഷത്തിലൊരു ബാഗും വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ ഞാനതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല. അവർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. നാട്ടിൽ പല സെയിലുകളും ഞാനും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന എൻ്റെ പല കസിൻസിനും നല്ല ആൾക്കാരൊക്കെ ഒത്തിരി പേര് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഴ്സ് പാസ്സാകണം. ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇത്. നമുക്ക് ഇപ്പോൾ ഒരു വീട് മേടിക്കണം അല്ലെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി സമീപിക്കണമെന്നുണ്ടെങ്കിൽ അവരൊരു കോഴ്സ് പാസ്സായ ഒരു ലൈസൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഏജൻസിനെ ആദ്യം പോയി പറയും. അവരോട് ജസ്റ്റ് കണ്ടതിന് ശേഷം അവരോട് പറയാം, ഇന്ന പോലെ ഒരു വീട് എനിക്ക് കൊടുക്കാനുണ്ട്, അപ്പോൾ കൊടുക്കാനുള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇതിൻ്റെ വില ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നാട്ടിലെ വിലകൾ എങ്ങനെ അറിയും? ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ അങ്ങനെ ആൾക്കാർ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്ഥലത്തിൻ്റെ വില അറിയാനും, നാട്ടിലൊക്കെയാണ് നമുക്കറിയാം ഓരോ ഏരിയയിൽ ഓരോ വിലയുണ്ടെന്ന് പറയും. ചില ആൾക്കാർ പറയും ഭയങ്കര വിലയാണ്, ചില ആൾക്കാർ പറയുന്നത് മോഹ വിലയാണ്, കൂടിയ വിലയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, ഇവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏകദേശം ഏത് ഏരിയയിൽ എന്നാ വിലയുണ്ട്. നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മളൊരു $100,000 അല്ലെങ്കിൽ $1,00,000 ഒരു വീട് മേടിച്ചെങ്കിൽ ആ വീട് നമ്മൾ ചിലപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് $5,00,000 അത് അൺറീസണബിളാണ്, ആരും വന്ന് മേടിക്കത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേന് അത് പറഞ്ഞു തരത്തക്കവണ്ണം ഉള്ള ഒരാൾ വേണം. 1. 2, ഇവിടുത്തെ റൂളുകൾ നമ്മുടെ റൂളുകൾ പോലെയല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്.
അപ്പോൾ ഈ റൂളുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതും പ്രോപ്പറായിട്ട് ഈ റൂളുകളെ പറ്റി സംസാരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആൾക്കാരായിരിക്കണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവർ ഇത് ലൈസൻസിന് വേണ്ടി ഈ റൂളുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാനും ഈ കോഴ്സ് എടുത്തിട്ടുണ്ട്. 6 മാസത്തെ ഒരു കോഴ്സായിരുന്നു. ആ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലിനോ ഒന്നും വേണ്ടിയല്ല, നമ്മൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് കോഴ്സ് പഠിച്ചതാണ്. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 6 മാസം പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 18 മാസത്തെ കോഴ്സോ മറ്റോ ആണെന്ന് തോന്നുന്നു. റിയൽ എസ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർ ഇൻ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ച ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. നമ്മളെല്ലാവരും തെറ്റിക്കുന്ന 1-2 മലയാള വാക്കുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ഓസ്ട്രേലിയ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ആസ്ട്രേലിയ എന്നാണ് എഴുതുന്നത്. ആസ്ട്രേലിയ അല്ല കറക്റ്റായിട്ടുള്ള വേർഡ്, ഓസ്ട്രേലിയ എന്നുള്ളതാണ്. നാളെ പറയാൻ പോകുന്ന വേർഡ് എന്നാണെന്നറിയോ? നാളെ പറയാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് ശുപാർശയെ പറ്റിയാണ്. ശുപാർശയുടെ കറക്റ്റായിട്ടുള്ള മലയാളം എന്നാന്ന് പറയാൻ പറ്റുമോ? അറിയാമെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ച ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു. നമ്മളൊരു വീടുകളൊക്കെ നാട്ടിൽ മേടിക്കുന്നു, ഒരു ഫോറിനർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു NRI എന്നുള്ള രീതിയിൽ നമ്മൾ വീടുകളൊക്കെ അടച്ചിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരുന്നു. ഇവിടെ വന്നതിന് ശേഷം വർഷത്തിലോ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, 2 മാസത്തേനോ അല്ലെ 1 മാസത്തേനോ അല്ലെ 2 വർഷം കൂടുമ്പോൾ 1 മാസത്തേനൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം പിന്നീട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ചില ബിരുദന്മാർ കാണിക്കുന്നൊരു പരിപാടി. അതായത് ഇതുപോലെ അടച്ചു കിടക്കുന്ന വീടുകളുടെ ഫ്രണ്ടിൽ പോയി ആദ്യം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം വെക്കുക എന്നുള്ളതാണ്. ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേന് അല്ല 1 മാസത്തേന് ഒരു അനക്കവും ഇല്ല, അവർ കൊടുത്ത ഫോൺ നമ്പറിൽ ആരും വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ ആഡ് മാറ്റിയിട്ട് പുതിയ നമ്പർ വെച്ച് പുതിയ ആഡ് വെക്കും. ആരെങ്കിലും വിളിച്ച് ഇത് സ്ഥലം ആവശ്യമുണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയും അത് വിറ്റുപോയി വേറൊരു സ്ഥലം കാണിക്കാമെന്ന് പറയും. ഓക്കെ, ഇതാണ് ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ചീറ്റിംഗ് എന്ന് പറയുന്നത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ നമ്പർ വെച്ച് കഴിഞ്ഞ് വിളിക്കുന്നവരെ ഈ വീട് കാണിക്കുകയാണ്. ഈ വീടിൻ്റെ അകത്ത് കുത്തി കയറിയിട്ട് ഇതിനകത്തുള്ള ലോക്കുകളും സിസ്റ്റവും മുഴുവൻ മാറ്റി ഈ വീട് ഇവരുടേതാക്കുകയാണ്. എന്നിട്ട് ഇത് മുഴുവൻ കള്ള സാധനങ്ങൾ വെച്ച്, കള്ള പ്രമാണങ്ങൾ വെച്ചിട്ട് ഈ വീട് അവർ സെല്ല് ചെയ്യുവാണ്. കേരളത്തിൽ ഇങ്ങനെ ഈയിടെ ഒരു വലിയ വാർത്തയുണ്ടായി, ഞാനത് ഈ വാർത്തേൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ അത് വലിയൊരു ചീറ്റിങ്ങിനാണ് തുടക്കം ഇട്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലിപ്പോൾ പേടി. പക്ഷേ എനിക്കതിൻ്റെ വലിയ പ്രോബ്ലം ഇല്ല, കാരണം എൻ്റെ ഫാദറും മദറും ഇപ്പോൾ നാട്ടിലുണ്ട്. അവരെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും പേടികളും ഒന്നുമില്ല. എന്നാലും ഞാൻ പറയുമായിരുന്നു, ഓരോ ബിരുദന്മാരുടെ ഒക്കെ ബുദ്ധി പോകുന്ന പരിപാടിയാണ്. പണ്ട് കേട്ടിട്ടുണ്ട്, ബണ്ടി എന്ന് പറഞ്ഞ ഒരു മൂവി പോലും അതിനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിചാരം. ഈ പറയുന്ന താജ്മഹൽ പുള്ളി സെല്ല് ചെയ്യാൻ നോക്കി, സെക്രട്ടേറിയറ്റ് വില പറഞ്ഞ് വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പരിപാടികൾ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എത്ര സത്യം ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു സത്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പല സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതല്ല, ഈ വിഷയമല്ല, ഇതുപോലെ അല്ലാതെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിക്കൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇന്ന് പയ്യൻ്റെ ബർത്ത്ഡേ ആണ്, മൂത്തയാളുടെ ബർത്ത്ഡേ ആണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവനെ ഞാൻ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രേ ഉള്ളായിരുന്നു, എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഇത്രേ ഉള്ളായിരുന്നു ആൾ. അത്രയും ചെറിയ ആളായിരുന്നു. ഇപ്പം വളർന്ന് 18 വയസ്സുള്ള വലിയ ചെറുക്കനായി. എനിക്ക് 3 പിള്ളേരാണല്ലോ. അപ്പം മറ്റു 2 പേരും ഓടും ഉള്ളതിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും, അല്ലേ എല്ലാ പിള്ളേരെല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നിരിക്കലും മൂത്ത പയ്യനായതുകൊണ്ട്, മൂത്ത മോനായതുകൊണ്ട് നമുക്കൊരു പ്രത്യേക അടുപ്പം അവനോട് കൂടുതലുണ്ടായിരിക്കും എപ്പോഴും. ആദ്യമായിട്ട് കിട്ടിയ കുട്ടി, ആദ്യമായിട്ട് നമ്മൾ സ്നേഹിച്ച കുട്ടി, ആദ്യമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നടന്ന ആൾ, ആദ്യമായിട്ട് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമ്മൾ ചിന്തിച്ചിരുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ തിങ് ആണത്. എനിവേ, അവൻ ഇതുവരെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരു കാര്യത്തിലുണ്ട്. നമ്മളൊക്കെ വെച്ച് ചെയ്ത കാര്യങ്ങളൊന്നും വിചാരിച്ചു നോക്കി ഇവനൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പിള്ളേർ തന്നെയാണ്. അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾ കൂടി അതിൻ്റെ അകത്തൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് ബിരിയാണി മേടിക്കാനായിട്ട് പോവാണ്. ഇവിടെ കിട്ടുന്ന ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ തന്നെ രുചിയുണ്ട്. കുറച്ചൊരു എക്സ്ട്രാ ഞങ്ങൾക്ക് എല്ലാവർക്കും രുചി പിടിച്ച ഒരെണ്ണമുണ്ട്, ചിക്കൻ 65 ബിരിയാണി എന്ന് പറഞ്ഞു. അത് മേടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം.
ഓക്കെ, ഫുഡൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര കാറ്റാണെന്ന്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കാറ്റാണ്. കുറഞ്ഞൊരു 35-40 നോട്ടിക്കൽ മൈൽ സ്പീഡെങ്കിലും ഉണ്ട് കാറ്റ് ഇൻ ലാൻഡിൽ. അത്രയും ഭയങ്കര കാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വേണമെങ്കിലും എടുക്കാമല്ലോ ഇതല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടുത്തെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പയ്യെ വീട്ടിലേക്ക് പോവാണ്. ഇന്നിപ്പോൾ ഇനി ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചെല്ലാം ഇനി കഴിക്കണം. വൈകുന്നേരത്തെ പരിപാടി എന്നാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ ഓർഗനൈസർ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്. മൈ പാർട്ട്ണർ ആശയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ വെടിക്കെട്ട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അങ്ങ് ഏൽപ്പിക്കുക. അതാകുമ്പോഴത്തേന് പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ചെയ്തോളും. ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാവുന്നതായിരിക്കും. അപ്പോൾ നാളെ വീഡിയോയിൽ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വൺ. ഞാൻ പോയി ബിരിയാണി തിന്നട്ടെ. ബൈ.